മനസ്സിലായോ? ജോക്കിക്ക് പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു ഗൈസ്. ജോക്കി കഥ പറഞ്ഞു കൊടുക്കും. ജോക്കി എന്നാത്തിനാടാ പോയി ജോക്കി പറഞ്ഞു എല്ലാരും കൂടി കുത്തിയിരുന്നാണ് പറഞ്ഞത്. കേക്കട്ടെ. എടാ അതെ ഞാൻ ഈ പണ്ട് 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 നമ്മൾ ഇവനെ വളർത്തുന്നതിന് മുന്നേ എടാ ഒരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കേക്കുന്നുണ്ടോ നീ? എടാ നമ്മള് രാവിലെ ഞാനാണെങ്കി അമ്പലത്തിൽ പോകുമ്പോ അവള് മറ്റേ പുഴയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും. ജലദേവതകളാണ്. ആമയൊന്നും അല്ലടേ, പൊങ്ങി വരൂല്ലേ രാവിലെ. അങ്ങനെ പൊങ്ങി വന്ന് അവിടെ ഇരുന്ന് മറ്റേ എന്തോ പറയുന്നത് എന്നെ നോക്കി ചിരിച്ചിട്ട് ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതു വരുമ്പോഴത്തേക്ക് മറ്റേ സാരി കൊടുത്ത് അവിടെ നിൽക്കും. അങ്ങനെ 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 പല കുളികളും കണ്ട് കുളികളും കണ്ടെന്നല്ല അവളെ കണ്ട് അങ്ങനെ 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 ആയി. കുറെ കഴിഞ്ഞപ്പോ ഞാൻ ഇഷ്ടം തുറന്നു പറഞ്ഞു. അവള് ഇഷ്ടമാന്ന് പറഞ്ഞു. പൊളിച്ചെന്നാ എന്ത് പൊളിച്ച്? ജോക്കി ഇങ്ങനെ ഒരു പ്രണയമൊക്കെ ഉണ്ടായിട്ടാണോ ജോക്കി പ്രണയത്തിനൊക്കെ എതിർത്ത് ഇത്ര നാൾ നിന്നേ? ജോക്കി ജീവിത സാഹചര്യങ്ങൾ മനസ്സിലായോ? പിന്നെ അവസാനം എന്തായി ജോക്കി? അവസാനം നീ ആദ്യം പറഞ്ഞ് പറയട്ടെ. അവസാനം കൗണ്ടർ അടിക്കല്ലേ ജോക്കി? പെണ്ണിരിപ്പുണ്ടാ? ഇല്ല, അതാണ് അറിയേണ്ടത്. എന്താ പിന്നെ ഓളുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചു. പെണ്ണ് ചോദിച്ചപ്പോ പെണ്ണിന് എന്നെക്കാളും പ്രായം കൂടുതലായിരുന്നു. ആന്റി ലൂറാ 4 വയസ്സ് മുമ്പായിരുന്നു. 23 അവക്ക് 27. പ്രായത്തിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ ജോക്കി? ആണല്ലേ. പിന്നെ സുമതി അമ്മായി പോയി അങ്ങേരോട് സംസാരിച്ച്. അമ്മായി സുമതി അമ്മായി, എന്റെ സുമതി അമ്മായി, ഇത് വേറെ സുമതിയാണ്, സുമതി അല്ല. അമ്മായി പോയി 1 മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അയാൾക്ക് പ്രായം പ്രശ്നമല്ല. മനസ്സിലായ? മനസ്സിലായ? പ്രായം പ്രശ്നമല്ല. 1 മണിക്കൂർ അമ്മായി അയാളത്ത് പോയി സംസാരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അയാൾക്കൊരു പ്രായം ഒരു പ്രശ്നമല്ല. പിന്നെ നമ്മള് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ മോതിരമൊക്കെ ഇട്ടായിരുന്നു. മോതിരം ഇട്ടിട്ട് നമ്മളൊരു ദിവസം ഓൾക്ക് ഐസ്ക്രീം തിന്നാൻ തോന്നി. ബട്ടർ സ്കോച്ച്. ഒരു ദിവസം നമ്മൾ രണ്ടുപേരും ഐസ്ക്രീം തിന്നാൻ നേരം അവൾ ഐസ്ക്രീം ഷോപ്പിൽ നിൽക്കുകയും ഞാൻ ഇപ്പഴത്ത് നിൽക്കുകയും ചെയ്യായിരുന്നു. ഓളെന്റെ അടുത്ത് എത്തി ചോദിച്ചു ഏത് ഫ്ലേവർ വേണോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ബട്ടർ സ്കോച്ച് വേണോന്ന്. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ബട്ടർ സ്കോച്ച് വേണോന്ന് പറഞ്ഞപ്പോ ഓളിങ്ങനെ തുള്ളിച്ചാടി ഐസ്ക്രീം മേടിച്ച് റോഡ് ക്രോസ് ചെയ്യുമ്പോ ഒരു ടിപ്പ് വന്ന് ഫ്ലക്കോന്നും പറഞ്ഞ് ഇടിച്ചിട്ട് ഞാൻ വാരിപ്പുണർന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് മരിച്ചുപോയി. കല്യാണം കഴിച്ചല്ലേ? പിന്നെ ഞാനും കല്യാണം കഴിച്ചിട്ട് ഇതുവരെ. എടാ ഞാനൊക്കെ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് അങ്ങനെ മരിക്കുന്നവനാ. മനസ്സിലായോ? അല്ലാണ്ട് നിന്റെ കൂട്ട് 10 പെൺപിള്ളാരും 10 കുഞ്ഞുങ്ങളൊന്നും അല്ല. അല്ല, ഇതിനുശേഷം ജോക്കി പെൺവിരോധി ആയത് എങ്ങനെയാ? പെൺവിരോധിയാന്ന് പറഞ്ഞ പിന്നെ പെണ്ണുങ്ങളെ കാണുമ്പോ ഒരു ഇതില്ല. മനസ്സിലായോ? ഒരു എടുപ്പില്ല. അല്ല, മനസ്സിനൊരു എടുപ്പില്ലെന്ന് മനസ്സിലായി. പിന്നെ എന്റെ ചുറ്റുമുള്ളവർക്ക് ആർക്കും പെണ്ണ് കാണരുത്. ഞാൻ അനുഭവിക്കാത്ത ഒന്നും അവരും അനുഭവിക്കണ്ട. ഈ പെണ്ണ് വന്ന കുലം മുടി എന്ന് പറഞ്ഞ സത്യം. മനസ്സിലായോ? സുമതിയമ്മയാണ് നമ്മുടെ കുലം മുടിച്ചത്. KVL അല്ല കേട്ടോ. ആ പെണ്ണുമ്പോൾ എന്തുവെന്ന് എനിക്കറിയില്ല. സുമതിയമ്മായി നമ്മുടെ കുലം മുടിച്ച് എന്റെ ഭാവി മുടിച്ച് ഉള്ളി അരിപ്പിച്ച് അല്ലെങ്കിൽ ഞാൻ പണ്ട് ആരാവണ്ടായിരുന്നു. പിന്നെ ഇവനെ എടുത്തു വളർത്തി. ഇവനാണെങ്കിൽ കുറെ പേരെ വളർത്തി. അതിപ്പോ ഇവിടെ വരെ എത്തി. ഞാൻ നിങ്ങൾ എവിടെയെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണത്തില്ല. ആ പെണ്ണുമ്പിള്ള എന്നെ കൊണ്ട് ഉള്ളി അരിപ്പിക്കും, വെള്ളം കോരിക്കും. സിറ്റി മാത്രമേ ഉള്ളൂ മാസ്.
പുറത്തിറങ്ങിയ വെറും വാസാണ്. മനസ്സിലായ? അത് സത്യമാണ്. സത്യമാണ്. എന്നിട്ട് ഇപ്പൊ പിന്നെ അമ്മായിയൊക്കെ ഞാൻ വേറെ കെട്ടിച്ച്, അമ്മാവ മരിച്ചുപോയി, ദിഗംബരം മരിച്ചുപോയി. പിന്നെ പെൺവിരോധിയാണ്. എടാ ഞാൻ പിള്ളേരെ ഞാൻ നിങ്ങളുടെ എല്ലാം ഒരു കാര്യം പറയാം, പെൺപിള്ളാര് പാടില്ല. ഈ പുതിയതായിട്ട് വന്ന അവന്റെ പേരെന്തോ സിംഗിൾ ലോലനാ. എടേ നീ ആ മുറുക്കി ചെന്നങ്ങോട്ട് ആ നടാശയും മറ്റവരെയൊക്കെ കാണുമ്പോഴത്തേക്ക് നീ സിംഗിളൊക്കെ മാറി ഡബിളും ട്രിപ്പിളും ഒക്കെ ആവും. മനസ്സ് ചാഞ്ചാടരുത്, ചാഞ്ചാടരുത്. മനസ്സിലായോ? അപ്പൊ മറ്റവന്റെ പേരെന്താ പുറകെ ഞെളിഞ്ഞിരിക്കുന്നത്? ക്യാരറ്റും കൊണ്ട് ലെക്സ്. എടാ പിന്നെ ഇതിനകത്ത് പല അവീതങ്ങളും ഞാൻ അറിഞ്ഞു. ബാല കൊണ്ട് എണ്ണിട്ടാണ്. എന്തോ ചോദിക്കണ? എടാ നിനക്ക് നിന്റെ പ്രശ്നം എന്തൊരു? ഇന്നലെ ബീച്ച് സൈഡിൽ നിക്കാൻ നേരം ഒരു കൊച്ചു വന്ന് എന്റെ മുന്നിന്റെ കൈ ഇട്ടിട്ട് മാമ മാമ അറിയൂ ചോദിച്ചു. ഞാൻ ചോദിച്ചു ആരാന്ന്. ഇങ്ങനെ പറഞ്ഞു. മാമന്റെ മോളെന്നല്ല, ബാലന്റെ മോള്. ബാലന്റെ മോള് എന്റെ സ്വന്തം അല്ല ചോദിക്കണം. അറിയാലോ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ചന്ദ്രൻ ഒരു കുഞ്ഞായി, അത് അവന്റെ അല്ലാന്നാ പറയുന്നത്. നിനക്ക് ഒരു കുഞ്ഞായി, നിന്റെ അല്ലാന്നാ പറയുന്നത്. ഇതൊക്കെ പിന്നെ അല്ലെങ്കിൽ പിന്നെ എടുത്ത് തലയിൽ വെക്കുന്ന എന്തിനാ? ജോക്കിയുടെ മടിയിൽ കിടക്കുന്ന ഈ തല ജോക്കിക്ക് ആരെങ്കിലും ആയോണ്ടാണോ ജോക്കി എടുത്ത് തല വെച്ചേ? ഓ അല്ലല്ല, അങ്ങനല്ല, അതല്ല. ഇത് കാണുന്നവർക്ക് മൊത്തം ഇങ്ങനെ നമ്മളെ അടിക്കണം. ആ സമയം ഗ്യാങ് ഒന്നും ഇല്ലല്ലോ. നമ്മളെ ഗ്യാങ്ങിൽ കയറുന്നവർക്ക് ഈ പെണ്ണ്, കുട്ടികള്, ഇതൊക്കെ സത്യം പറഞ്ഞൊരു ബാധ്യതയാണ്. ബാല എടാ ഇതിനകത്ത് വേറെ ആർക്കെങ്കിലും അവീതം ഉണ്ടോടാ? ഇല്ല. ജോക്കണം പറഞ്ഞിരുന്നത് എനിക്ക് അവിഹിതം ഉണ്ടെന്നാണോ? പിന്നെ എനിക്ക് അതൊന്നുമില്ല. ഒരു കൊച്ചുള്ളത് അവിഹിതമൊന്നുമില്ല. പിന്നെ പിന്നെ കൊച്ചിന് അമ്മയില്ലേ? ഇല്ല, അല്ല കൊച്ചിന് അമ്മയില്ല. അമ്മയെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. എന്തോ ചെയ്യാനാ ചോദിക്കണ? അച്ഛനും അമ്മയായിട്ട് ഞാൻ തന്നെ നിൽക്കാന്ന് വിചാരിച്ചു. ആരും ഇല്ലാത്തവർക്ക് അഭയം കൊടുക്കുന്നത് ഞങ്ങള് ജോക്കിയെ കണ്ടല്ലേ ജോക്കി പഠിച്ചത്. പക്ഷെ അഭയം കൊടുത്ത് തലയിലാ വരുന്നത്. മനസ്സിലായ? എസ്പെഷ്യലി പിള്ളേര്, പെൺപിള്ളേര്. നമ്മളെ ഈ ഗ്യാങ്ങിനൊരു പോളിസി ഉണ്ട്. നമ്മള് ഇതിനകത്ത് സത്യം പറഞ്ഞ ഇതിനകത്ത് ഏറ്റവും വിഷം ഞാനിപ്പോ ഒരുത്തരം കിക്ക് ചെയ്യാൻ പറഞ്ഞ നീ കിക്ക് ചെയ്യോ വാസു? ഇതിനകത്തൊന്നും ഒരുത്തനെ ഞാൻ കിക്ക് ചെയ്യത്തില്ലല്ലോ ജോക്കി. ഇതിനകത്തൊന്നും ഒരുത്തനെ എങ്ങനെയാണ് കിക്ക് ചെയ്യാൻ പറ്റണേ? ഇതിനകത്ത് ഇനി അല്ല ഗീരി എന്തി സത്യം പറഞ്ഞോണ്ടല്ലോ ഗീരി, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? നമ്മുടെ ടിവിക്ക് ഈ 3 അക്ഷരത്തിന് ഒരു വിലയുണ്ട്. നീ ഒരുമാതിരി ഇല്ല പാപ്പാന്നും വിളിച്ചിട്ടില്ല, വണ്ടി കറങ്ങി നടക്കുന്നത് എന്ത്? ഇന്നലെ ഒരുത്തം കണ്ടപ്പോ ചോദിക്കുക, എടാ നിങ്ങളുടെ വട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ ആരെ ഞാൻ പറയണം? ആരെയാണെന്ന് വിളിച്ചാൽ ഞാൻ സംസാരിക്കണ്ടേ? ഗീരിയെ പറ്റി അല്ലത് പറഞ്ഞത്, കോമൺ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഗിരി ഈ ഒറ്റയ്ക്ക് നടപ്പ് ഒറ്റയ്ക്കിരുത്തൊന്നും പാടില്ല. മനസ്സിലായോ? മോശമാ. വന്ന് ആളെത്തി. ഫോൺ ഓഫായോ? അണ്ണനെ ഒരു സാധനം തരാം, അത് വെച്ച് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. എന്റെ ഉണ്ട് പവർ ബാങ്ക് കേട്ടാ. സഹായിക്കാന്ന് വിചാരിച്ചപ്പോ പവർ ബാങ്കിന്റെ ചാർജ്. ഞാൻ ഒരു പെണ്ണ് കെട്ടിയാരെന്ന് ആലോചിക്കുക. ഇപ്പൊ വേണ്ട ഇപ്പൊ അല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പൊ വേണ്ട. കാരണം ഇപ്പൊ നമുക്ക് ഗ്യാങ്ങിന്റെ കുറെ കാര്യങ്ങളൊക്കെ നോക്കാനില്ലേ ജോക്കി? അപ്പൊ എങ്ങനെയാണ് പെണ്ണ് കെട്ടിയാ ശരിയാവുന്നത്? ജോക്കി തന്നെ പറ. എടാ ഇത് ഞാൻ പ്രായം കൂടിക്കൊണ്ടിരിക്കുവാന്നേ. പിന്നെ എന്റെയോ നോക്കാൻ ഒരാള് വേണ്ടേ? ആയ കാലത്ത് കിട്ടിയതുമില്ല, കിട്ടിയ പെണ്ണ് പോവുകയും ചെയ്ത്. പിന്നെ എന്റെ കൂടെ വരുന്നതൊക്കെ നമ്മുടെ കേവിയുടെ സുമതമ്മയാക്കിയ. ഇല്ല ജോക്കി, സത്യം പറഞ്ഞ ജോക്കി ഒരു 10 ദിവസം രാത്രി സിറ്റി വന്നാ എല്ലാവർക്കും പെണ്ണ് സെറ്റ് ആവും. എല്ലാവർക്കും സത്യം കിട്ടാത്ത എനിക്ക് വേണ്ട. എന്നിട്ട് സാവേജിന് കിട്ടിയില്ലല്ലോ. അതെന്താ? ഇവനെയൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞ റോൾ മോഡൽ. എണ്ണയൊക്കെ തേച്ച് ചപ്പിയ മുടി 8 മാസത്തിലും കഴുത്തി അരിഞ്ഞാണോ ഒക്കെ നടക്കുന്നു. നോക്ക്, പെണ്ണുമില്ല, സ്നൈപ്പ് ഇൻ സിറ്റി ഒരു കാത്തു പെണ്ണിട്ടേക്കുന്ന ആര്?
പോയി ബ്ലിങ്ക് ഞാൻ നേരത്തെ ഒരു പിക്ക് അയച്ചിരുന്നില്ല അത് തന്നെ. അവന്റെ ഗേൾഫ്രണ്ട് ആണോടാ എന്തൊരു ഇതുകൊണ്ടാ ഞാൻ പ്രേമിക്കാത്ത സത്യം പറഞ്ഞ. ഇതുകൊണ്ടാ എനിക്ക് ഈ ക്രിഞ്ച് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എടാ ഹരി ബ്രോ പറയടാ. പൂച്ചക്കുട്ടിയുടെ അക്കൗണ്ടിൽ ഇപ്പൊ 4622 വന്നിട്ടുള്ളൂ. ഞാൻ എന്തോ പറയാൻ അക്കൗണ്ടിന് അയക്കാൻ പറ്റാത്തതിന്റെ വല്ല സീനാണോ അതോ ഫണ്ട് വരാത്തയാണോ അറിഞ്ഞൂടാ. ജസ്റ്റ് ഒന്ന് അക്കൗണ്ടിൽ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുക ഗൈസ്. നിങ്ങൾ 23,000 പേര് ഇവിടെ വാച്ച് ചെയ്യുന്നുണ്ട്. ഒരു 10 രൂപ വെച്ച് അയച്ചാൽ മതി ഗൈസ്. 10 രൂപ വെച്ച് നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണേ. പുതിയ അക്കൗണ്ട് നമ്മൾ പിൻ ചെയ്തിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കൂടാ. അത് പിൻ ചെയ്തിട്ടില്ല. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാത്തയാ. ഈഗിൾ ബ്രോ മറ്റേ ആ കണ്ണിന്റെ ഐ ബട്ടൺ ഞെക്കിയാ മതി അപ്പൊ വരും. ചാനലുണ്ട് ഗൈസ്. ഒന്ന് ഇത് ചെയ്യുമോ ഗൈസ്? നിങ്ങളെ കൊണ്ട് 10 രൂപയെങ്കിൽ 10 രൂപ അത് മാത്രം ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. ഞാൻ റിക്വസ്റ്റ് ആയിട്ട് പറയാണ്. സോ ഒന്ന് ഇടണം പ്ലീസ്. GPay നമ്പർ 11 ഡിജിറ്റ് 1 2 3 5 6 7 8 9 10 11. ഇതെന്താ 11 നമ്പർ? അത് നോക്കട്ടെ ഇപ്പൊ ചെക്ക്. എടാ പൂച്ചക്കുട്ടി കുഞ്ഞു കളിക്കലടാ. ഒന്ന് ചെക്ക് ചെയ്യടാ. അത് നമ്മൾ പബ്ലിക്കലി ഇടുമ്പോ അത് ഭയങ്കര സീനാണത്. പൂച്ചക്കുട്ടി ചെക്ക് ചെയ്ത്. അല്ലല്ല ഫോൺ നമ്പർ 11. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ജോക്കി ആ ഞാൻ ഒരു സെക്കൻഡ് ഞാനിപ്പോ വരാവേ. മറ്റേ ഇവരെ ഒന്ന് വിളിച്ചിട്ട് വരാം. നിങ്ങൾ ഇവിടെ എണ്ണിക്കണ്ടേ?